ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിരകിയെടുത്ത തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കട്ട കെട്ടാണ്ട് എങ്ങനെ ഒരു വർഷം വരെ സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ചിരകിയ തേങ്ങ കൊടുത്തയക്കുന്ന സമയത്ത് കേടാകാണ്ട് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇങ്ങനെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടണേ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ ഇതുപോലെ പൊതിച്ച തേങ്ങ കേരളത്തിനൊക്കെ പുറത്ത് താമസിക്കുന്നവർ കൊണ്ടുപോകാറുണ്ടല്ലേ. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പം തേങ്ങ പെട്ടെന്ന് അഴുകി പോകും. അങ്ങനെ ആകാതിരിക്കാനായിട്ട് നമ്മൾ പൊതിച്ച തേങ്ങ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിൻ്റെ മോഡം ഉണ്ടല്ലോ, ആ മുകളിൽ കാണുന്ന ചകിരി ഇതുപോലെ വെച്ച് നമ്മൾ പൊതിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ 6 മാസം കഴിഞ്ഞാലും ഈ തേങ്ങ കേടാകത്തില്ല കേട്ടോ. നമുക്ക് നല്ല പോലെ ഉപയോഗിക്കാനായിട്ട് കഴിയും. ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പം ഈ ഒരു രീതിയിലാണ് കേട്ടോ വർഷങ്ങളായിട്ട് തേങ്ങ കൊണ്ടുവരുന്നത്. ഒരു 6 മാസം കഴിഞ്ഞാൽ പോലും ഒരു തേങ്ങ പോലും അഴുകി പോകാറില്ല. ഇതുപോലെ കൊണ്ടുവന്നാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം സ്റ്റോർ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. എവിടെയാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഇപ്പം ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലാണ് കേട്ടോ തേങ്ങ എടുത്ത് വെക്കുന്നത്. ഇതുപോലെ കുത്തിച്ചാരി ആ ഒരു മോഡം ഉണ്ടല്ലോ അത് മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വെക്കുകയാണെങ്കിലും തേങ്ങ അഴുകി പോകാതെ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. വെറുതെ നമ്മൾ തറയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ അഴുകി പോകും കേട്ടോ. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് തേങ്ങ ഉടച്ചെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ തേങ്ങ ഉടച്ചെടുക്കാനായിട്ട് വരിയുണ്ടല്ലോ തേങ്ങയുടെ, ആ ഒരു വരി നോക്കി നല്ലപോലെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ഉടച്ചെടുക്കാനായിട്ട് കഴിയും. ഇതൊക്കെ ഒട്ടുമിക്ക പേർക്കും അറിയുന്നതായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഷെയർ ചെയ്തത്. ഇനി നമുക്ക് തേങ്ങ എളുപ്പത്തിൽ എങ്ങനെ ചിരകിയെടുക്കാൻ നോക്കാം. ഇനി നിങ്ങൾ സാധാരണ പോലെ ചിരവയിൽ വെച്ച് ചിരകിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് സ്റ്റോർ ചെയ്താലും മതി. ഞാൻ പൊതുവെ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ 4-5 തേങ്ങ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് രാവിലത്തെ പണികൾ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞ് കിട്ടും. പ്രത്യേകിച്ചും ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്ത് വെക്കുകയാണെങ്കിൽ ജോലികളൊക്കെ പെട്ടെന്ന് ടൈമിൽ ചെയ്ത് തീർത്തിട്ട് ഓഫീസിലേക്കൊക്കെ പോകാനായിട്ട് കഴിയും. ഞാൻ ചെയ്യുന്നൊരു രീതി, ഇതുപോലെ ഗ്യാസ് അടുപ്പിന് മുകളിലേക്ക് തേങ്ങ കുറച്ച് നേരത്തേക്കൊന്ന് വെച്ച് കൊടുക്കും. പെട്ടെന്ന് തന്നെ ആ ഒരു ചിരട്ടയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കെടുത്ത് നല്ലപോലെ ഒരു കത്താളോ അല്ലെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും കൊണ്ടൊന്ന് തല്ലിക്കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിരട്ടയിൽ നിന്ന് തേങ്ങ നമുക്ക് അടർത്തിയെടുക്കാൻ കഴിയും. ഈ ഒരു രീതി എനിക്ക് എളുപ്പമായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ഒരു 5-6 തേങ്ങയൊക്കെ ഒരുമിച്ച് ചിരകിയെടുക്കേണ്ട സമയത്ത് ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചിരട്ടയിൽ നിന്ന് അടർന്ന് കിട്ടും. പിന്നെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചിരകിയ തേങ്ങ സ്റ്റോർ ചെയ്യുന്നതിൽ കുറച്ച് പാടുള്ള കാര്യം ഇതാണ് കേട്ടോ, ചിരട്ടയിൽ നിന്ന് തേങ്ങ ഇതുപോലെ അടർത്തിയെടുക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കിതുപോലെ പച്ച തേങ്ങ ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുക്കാൻ എളുപ്പ വഴി വല്ലതും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ തേങ്ങയെല്ലാം ചിരട്ടയിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുറത്തുള്ള ആ ഒരു ബ്രൗൺ കളർ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ചിരണ്ടി കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൾസ് മൂഡിൽ 2 പ്രാവശ്യം ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല പോലെ നമ്മൾ എങ്ങനെയാണോ തേങ്ങ ചിരകിയെടുക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് കളയണമെന്നില്ല, ഇതോടുകൂടി തന്നെ ചെറിയ പീസുകളാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഞാൻ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കുന്നത്. ഞായറാഴ്ചയോ അവധിയുള്ള ദിവസങ്ങളിലോ വെബ് സീരീസ് സിനിമയൊക്കെ നമ്മൾ കാണുമല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഇതുപോലൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള വർക്കിംഗ് ഡേയ്സിലെ ജോലി നമുക്ക് വളരെ എളുപ്പമായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൾസ് മൂഡിലൊന്ന് കറക്കി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കുന്നതിന് മുമ്പ് ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ തേങ്ങ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ കിട്ടിയില്ല, കാരണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പം അവസാനത്തെ സ്പൂൺ തേങ്ങ എടുക്കുന്നത് വരെ നമുക്ക് കേടാകാണ്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ മാക്സിമം വെള്ളത്തിൻ്റെ നനവില്ലാണ്ട് വേണം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ നമ്മൾ ചട്നിയൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്നത്, അതിലിട്ടാണ് കേട്ടോ നമ്മൾ പൾസ് മൂഡിലൊന്ന് കറക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ചിരകിയെടുത്തതുപോലെ തന്നെ കിട്ടിയിട്ടില്ലേ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് 2-3 ബാച്ചുകളാക്കി നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയെല്ലാം അരച്ചെടുക്കാം. സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രത്തിൽ സ്പൂണിലും ഒന്നും ഒട്ടും വെള്ളത്തിൻ്റെ നനവ് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വിസ്താരമുള്ള പാത്രത്തിലേക്ക് വേണം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാഴയിലയിലായാലും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ഇതുപോലെ തേങ്ങ ചിരകിയെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് പൊതുവേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പം കല്ല് പോലെ കട്ടയായിട്ടിരിക്കുന്നത്. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ ചിരകിയെടുത്തിട്ടുള്ള തേങ്ങ നല്ലപോലെ നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഫ്രീസറിൽ നമ്മൾ 1 ദിവസം വെക്കുന്നുണ്ട് കേട്ടോ, തുറന്ന് തന്നെ. ഇനി നമുക്ക് ഒരുപാട് തേങ്ങ സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ ഒരു വാഴയിലയിലേക്ക് ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം.
ഫ്രീസറിൽ ഒരു വാഴയില ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് തേങ്ങ നിരത്തിയിട്ട് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കയ്യിൽ അത്രത്തോളം തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഫുള്ള് ഫ്രീസറിൽ തന്നെ ഇങ്ങനെ തുറന്ന് വെക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ടിട്ട് നമ്മൾ ഈ തേങ്ങയൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഒരു മാസം വരേക്ക് തേങ്ങ ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒട്ടും തന്നെ കേടുവരികയോ കളർ ചേഞ്ചോ ഒന്നും ഉണ്ടാവത്തില്ല. ഇതുപോലെ ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. വാഴയിലയിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. രാവിലെ ഞാൻ ഫ്രീസറിൽ വെച്ച തേങ്ങ ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വൈകിട്ട് എടുത്തിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഓരോ തേങ്ങയും ഒട്ടിപ്പിടിക്കാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒരു മാസം കഴിഞ്ഞെടുത്താലും ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ, ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ തേങ്ങ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലോ സിപ്ലോ ബാഗിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ഒരു മാസം വരെ കേടാകാണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്കിത് 6 മാസം വരെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മറക്കല്ലേ. സ്റ്റോർ ചെയ്യാനെടുക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ തേങ്ങ ഉപയോഗിക്കാനായിട്ട് എടുക്കുമല്ലോ, ആ ഒരു സമയത്ത് അടപ്പിലുണ്ടായിരിക്കുന്ന വെള്ളം നല്ലപോലെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയോ ഉപയോഗിച്ച് തുടച്ചതിന് ശേഷം മാത്രമേ വീണ്ടും അടച്ചു വെക്കാവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ആ ഒരു അടപ്പിന് മുകളിലുള്ള വെള്ളം തേങ്ങയിലേക്ക് വീണിട്ട് പെട്ടെന്ന് തേങ്ങ ചീത്തയായി പോവും. ഇനി ഞാൻ നല്ലതുപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഏകദേശം എനിക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ളതേ ഉള്ളൂ. ചില കറികളൊക്കെ വെക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്ത് ഉപയോഗിക്കാറുണ്ടല്ലേ, പ്രത്യേകിച്ച് ബീഫ് ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ തേങ്ങ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് ഇട്ട് കൊടുത്ത് അത് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളമൊഴിച്ച് അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ച വരെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ടേസ്റ്റ് ഒന്നും മാറത്തില്ല കേട്ടോ. 2-3 ദിവസം കൂടുമ്പം ആ ഒരു വെള്ളം മാറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് പുറത്തേക്ക് ഗൾഫിലൊക്കെ താമസിക്കുന്നവർ നാട്ടിൽ നിന്ന് തേങ്ങ ചിരകിയതൊക്കെ കൊണ്ടുപോകും. കാരണം അവിടെയൊക്കെ ശ്രീലങ്കൻ തേങ്ങയായിരിക്കും കിട്ടുന്നത്. ഇത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ തേങ്ങ എടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൾസ് മോഡിൽ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈവനായിട്ട് തേങ്ങ ചിരകി കിട്ടും കേട്ടോ. ഫ്ലൈറ്റിലൊക്കെ നമ്മൾ ചിരട്ടയോടെ തേങ്ങ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് ഡ്യൂട്ടിയൊക്കെ അടയ്ക്കേണ്ടി വരും. ഈ ഒരു രീതിയിലാണെങ്കിൽ എത്ര കിലോ തേങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത തേങ്ങ ഒരു പാത്രത്തിലേക്ക് നല്ലപോലെ നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ദിവസം വെയിലിൽ വെച്ച് നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇല്ലെങ്കിൽ മുകളിലുള്ള തേങ്ങ മാത്രം ആ ഒരു അധികമായിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് അടിയിലുള്ള തേങ്ങ അതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഒരു സ്പൂൺ വെച്ച് നമ്മൾ ഇളക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ വെള്ളം വലിഞ്ഞ് കിട്ടും. ഇപ്പം കണ്ടില്ലേ, ഒരു ഡ്രൈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പോലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിപ്ലോ ബാഗിലാക്കി കൊണ്ടുപോയാൽ എത്ര കാലം കഴിഞ്ഞാലും കേടാവില്ല കേട്ടോ. നമ്മൾ ഗൾഫിൽ ചെന്നതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. എൻ്റെ ബ്രദർ ഗൾഫിലുള്ള സമയത്ത് ഈ ഒരു രീതിയിലാണ് കേട്ടോ തേങ്ങ കൊണ്ടുപോയിട്ടുള്ളത്. 6 മാസം കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്കെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറുതാണ്, പക്ഷേ വീഡിയോയിൽ കാണിച്ച ടിപ്പുകളൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.